ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുവാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് 11 വേക്കൻസി, ഫിറ്റർ 7 വേക്കൻസി, മെഷീനിസ്റ്റ് 7 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 7 വേക്കൻസി, ടർണർ 5 വേക്കൻസി, ഷീറ്റ് മെറ്റൽ 2 വേക്കൻസി, വെൽഡർ 2 വേക്കൻസി, കാർപ്പൻ്റർ 2 വേക്കൻസി, പെയിൻറ്റർ 2 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 45 വേക്കൻസിയാണ് ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 27 വയസ്സ് വരെയുള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. ഇനി ഏജ് ലിമിറ്റിൻ്റെ കട്ട് ഓഫ് പറയുന്നത് 30/4/2025 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ITI പഠിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. 10ാം ക്ലാസ് പ്ലസ് ITI പഠിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് സാലറി എന്ന് പറയുന്നത് 20,480 പെർ മന്ത് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. ബാക്കിയുള്ള അലവൻസുകളെല്ലാം ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഇവരോട് പറയുന്നുണ്ട്. സോ ഈ കാറ്റഗറി വൈസ് ഉള്ള റിസർവേഷൻ ഒക്കെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ 45 പോസ്റ്റാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അത് ജനറൽ കാൻഡിഡേറ്റിന് 20 വേക്കൻസി, EWSന് 4 വേക്കൻസി, OBCക്ക് 18 വേക്കൻസി, SCക്ക് 2 വേക്കൻസി, STക്ക് 1 വേക്കൻസി എന്നിവയാണ് കാറ്റഗറി വൈസ് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാസ്റ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ SC/STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, PWDക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മെത്തേഡ് ഓഫ് സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്റ്റേജസ് സെലക്ഷനാണ്. അത് 2 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. ആദ്യം നിങ്ങൾക്കൊരു CBT ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും, പിന്നീട് നിങ്ങൾക്കൊരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെ ഇൻ്റർവ്യൂ ഇല്ലെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം ട്രേഡ് ടെസ്റ്റ് പിന്നെ ഒരു CBT ബേസ്ഡ് എക്സാമാണ് ഉള്ളത്. ഈ CBT ബേസ്ഡ് എക്സാമിൻ്റെ സിറ്റീസ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ന്യൂഡൽഹി, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് എക്സാം സെൻറ്റർ വരുന്നതെന്ന് ഓർത്തിരിക്കുക. CBT ബേസ്ഡ് എക്സാം എന്ന് പറഞ്ഞാൽ OMR ബേസ്ഡ് എക്സാം ആണെന്ന് ഓർത്തിരിക്കുക. 120 മിനിറ്റാണ് ടൈം അലോട്ട് ചെയ്തേക്കുന്നത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ഉണ്ട്. 0.25 മാർക്ക് ആയിരിക്കും നിങ്ങൾ നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഓരോ റൈറ്റ് ആൻസറിനും 1 മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് ലാംഗ്വേജിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നീട് വരുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ട്രേഡ് ടെസ്റ്റിന് വിളിക്കും. ട്രേഡ് ടെസ്റ്റ് നടക്കുന്നത് ഹൈദരാബാദിൽ വെച്ചാണ്. ഹൈദരാബാദിൽ വെച്ച് തന്നെയാണ് ട്രേഡ് ടെസ്റ്റിനൊപ്പമാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ ജനറൽ OBC കാൻഡിഡേറ്റിന് 750 രൂപയാണ്. SC, ST, PWD അതുപോലെ ഡിഫൻസീവ് വർക്ക് ചെയ്യുന്നവർ, ECL വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് എക്സാം ഫീസ് ഇല്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റിന് 750 രൂപയാണെന്ന് ഓർത്തിരിക്കുക. അപ്ലൈ ചെയ്യേണ്ടതെന്ന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് വായിച്ച് നോക്കുക. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 16/5/2025, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 5/6/2025 ഓക്കെ. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ECL ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാനായി.